ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ കണ്ട സെയിം സ്ഥലത്തേക്ക്, ഗോവയിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും ട്രിപ്പ് പോകുന്നത്. ഗോവയിൽ ഞാൻ ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ പിന്നെയും നമുക്കൊരു ഒഫീഷ്യൽ പേർപ്പസിനായിട്ട് ഗോവയിലേക്ക് പോകുന്ന ഒരു ആവശ്യം വന്നു. സോ അപ്പോൾ ഈ വട്ടം ഞാനൊരു 3 ദിവസം ഗോവയിലുണ്ടാവും. നമ്മൾ വീണ്ടും കുറച്ച് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തവണ കുറച്ച് വലിയൊരു കാസിനോ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടലും മറ്റ് വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് എടുക്കുവാണ്. സോ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. നമ്മുടെ ബോർഡിങ് ആവാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. വയറകത്തേക്ക് പിടിക്കാം അല്ലേ, തടി ലേശം കുറയ്ക്കണം. നിങ്ങൾക്കൊരു സംഭവമാവും, ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാൻ ഇതിനു മുന്നേ വിമാനത്തിൽ കയറിയിട്ടില്ല. സോ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നതിൻ്റെ എന്താ പറയുക, പേടിയില്ല, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു, അതും ഗോവയിലേക്ക്. സോ നമ്മൾ വീണ്ടും വീണ്ടും എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിമാനം ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ഇതവിടെ വിമാനത്തിന്റെ ജനൽ മഴ പെയ്യാണ് ഗൈസ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അക്രോൺ കണ്ടോളിയം റെജീന എന്നാണ് പേര്. അത്യാവശ്യം ഒരു ഡീസന്റ് ഹോട്ടലാണ് കേട്ടോ. റൂംസ് ഒക്കെ എല്ലാം ഓക്കെയാണ്. മുകളിലോട്ടൊക്കെ സ്പേസ് ഉണ്ട്. അത് റെസ്റ്റോറൻ്റ് ആണ് കാണുന്നത്. സോ അത്യാവശ്യം സെറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ്. സോ ഇവിടെ പൂളുണ്ട്. നമ്മുടെ റൂം ഏകദേശം ഈ ഏരിയയിലായിട്ട് വരും. അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ട് കുറച്ചുണ്ട്. സോ നമുക്ക് ഇവിടെ വന്നു, നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് എൻ്റെ റൂം. ഈ വട്ടം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ റൂമിൽ. ഞാൻ ചേരാം, ഡബിൾ റൂമാണ്, ബട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു സിംഗിൾ ഒക്യുപ്പൻസിയാണ് റൂം. അത്യാവശ്യം നല്ല ക്വാളിറ്റി റൂമാണ്, അടിപൊളിയാണ് സർവീസൊക്കെ. അതിപ്പോൾ ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. ഇവിടെ ഈ വാഷ്റൂമുണ്ട്. സോ നമുക്ക് ഈ റൂം കണക്റ്റഡ് റൂമാണ്, അറ്റാച്ച് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് അപ്പുറത്ത് ആ റൂമും നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ 2 മുറിയുണ്ട്. സോ ഇനി ബാൽക്കണി വ്യൂ കൂടെ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ബാൽക്കണി കണ്ടിട്ടില്ല, നോക്കട്ടെ. കുറച്ചുണ്ടല്ലോ. വാവ്, നല്ലൊരു വ്യൂ ആണ് അത്യാവശ്യം. ഇവിടെ ഒരു സ്മോക്കിംഗ് സോണൊക്കെ ഉണ്ട്. സ്മോക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്യാം. സോ അപ്പൊ അത്രേ ഉള്ളൂ ഹോട്ടലിന്റെ വിശേഷങ്ങൾ. ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോഴത്തേക്കും. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ
ചെറിയ കറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഒഫീഷ്യൽ പരിപാടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ. നമ്മുടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണുള്ള ഐറ്റംസ് എന്ന് ചുമ്മാ ഒന്ന് കാണാം. ഇവിടെ നമുക്കൊരു 2 ടൈപ്പ് ഇഡ്ഡലി വന്നിട്ടുണ്ട്. എന്താണ് പൊഹ, പിന്നെ ഒരു പരിപ്പോട, പിന്നെ ഗോബി പറാത്ത, ബേബി ഉത്തപ്പം. എന്താണ് ഐറ്റംസ്? ഭയങ്കര പോകും. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. പൂരി വന്നിട്ടുണ്ട്. പിന്നെ സോസേജസും കാര്യങ്ങളും, മുട്ട, പിന്നെ നോർമൽ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെ മൊത്തം. പിന്നെ അവിടെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്. ഇവിടെ കോൺഫ്ലെക്സ്, അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ്, ബൺസ്, ബ്രെഡുകളൊക്കെ ഉണ്ട്, ടോസ്റ്റർ ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ അപ്പർ സൈഡ് കോൺഫ്ലെക്സ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കണം. ഇതൊന്നും കഴിക്കില്ല, മധുരം ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡ്രസ്സ് മാറി, പല്ല് തേച്ചു, നേരെയും കൂടി പോന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങണം. പൊളി മൂടാണ് കഴിഞ്ഞു. സോ എല്ലാവരും മസ്റ്റ് വിസിറ്റ് ഗോവ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്ലാന്റേഷനിലാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അടിപൊളി സംഭവങ്ങളുണ്ട്. നമ്മൾ ഉറാങ്ങ് കാണാൻ പോവുകയാണ്. അതെ അതെ അതെ, നമ്മള് വാറ്റ് കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വാറ്റ് കേന്ദ്രമാണ് ഈ കാണുന്നത്. 200 ഏക്കർ. ഇത് വയല്, അങ്ങോട്ട് വാറ്റ് കേന്ദ്രം. നമ്മളെ കോഴിക്കോടൻ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് ഗോവയിൽ തന്നെ അല്ലേ? ഇവിടെ ആന്ന് അകത്തേലും ചോദിക്കും, എന്താ മോനെ കയറിയിരിക്കെ മലയാളി. അവിടെ പുറത്തില്ല നിങ്ങൾ മലയാളി ആണ്. നമ്മള് കോഴിക്കോട്, എറണാകുളം, കോഴിക്കോട്. നമ്മളൊരു വാറ്റ് കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടുത്തെ വാറ്റ് കേന്ദ്രം എങ്ങനെയുണ്ടെന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം. നമ്മളെ പൂവൊക്കെ ഇട്ട് സ്വീകരിക്കാൻ അവിടെ ആളുകളുണ്ട്. അതെ, പൂവൊക്കെ ഇടുന്നുണ്ട്. എന്തായിരിക്കും എന്തോ നോക്കാം നമുക്ക്. ഇപ്പൊ ഇതിപ്പോ വാറ്റ് കേന്ദ്രമാണ്. അടിച്ചോണ്ടിരിക്കാൻ നേരത്ത് എക്സൈസ് ഒന്ന് അറസ്റ്റ് ചെയ്യുമോ ദൈവത്തിന് അറിയാം. നോക്കാം, അത്രേ ഉള്ളൂ. കൂട്ടോളും. ആ, നമ്മളെ പൂടിന് ഒന്നൊന്ന് എടുത്തേക്കാവോ? ഇങ്ങനെ സ്ട്രേറ്റ് നിന്നാണ്. ഇത് ഓൾറെഡി റെക്കോർഡാണല്ലോ. ഇത് റെക്കോർഡല്ലേ ഓൾറെഡി? റെക്കോർഡോ?
ജാക്കിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഡെൽറ്റിൻ കസീനോ. ഗോവൻ എയർപോർട്ടിന്റെ ഒരു മിനിയേച്ചർ കണ്ടിട്ടുണ്ടോ? ഇതാണ് സാധനം. ഫ്ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തൊക്കെ കയറി പോകാൻ പറ്റും. കണ്ടോ? ശരിക്കും പോസ്റ്റായിട്ട് രാത്രി ഒരു മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഈ വ്ലോഗ് എടുക്കുന്നത്. നമ്മൾ വന്ന ഫ്ലൈറ്റ് അല്ല, നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആയിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു രാത്രി. ഭാഗ്യത്തിന് ഇവിടെ ഒരു കോംപ്ലിമെൻ്ററി മീൽ കിട്ടി. അപ്പോൾ അങ്ങനെ ചെറിയൊരു ആശ്വാസം. പോസ്റ്റ് അടിച്ചത് ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് കയറാൻ പോകും രാത്രി. ഇനിയിപ്പോൾ എപ്പോൾ കൊച്ചി എത്തും? 1.5 മണിക്കൂർ. അപ്പോഴേക്കും കൊച്ചി എത്തും. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പുറത്തൊക്കെ കാണാം. നമ്മൾ ഗേറ്റ് നമ്പർ 6 ഇൻഡിഗോ ആണ് നമ്മുടെ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട്. टेक ऑफ और लैंडिंग के दौरान कैबिन की बत्तियां धीमी की जाएंगी। यदि आप पढ़ना चाहते